നമസ്കാരം. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളായ ഗൺമാന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി കേസ് ഡയറി വരെ തിരുത്തി എഴുതിച്ച ആഭ്യന്തര വകുപ്പിലെ ആ IPS വമ്പൻ ഒടുവിൽ കുടുങ്ങുകയാണ്. മുൻ ഇടത് സർക്കാരിന്റെ കാലത്ത് നവകേരള യാത്രയ്ക്കിടെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ഉന്നത തലത്തിൽ നടന്ന കള്ളക്കളികളുടെ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേസ് ഡയറി തിരുത്താൻ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് നിർദ്ദേശം നൽകിയ ആ ഉന്നതൻ അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ ആണെന്ന സൂചനകളിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പുതിയ കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നത്. ഇതോടെ പിണറായി വിജയന്റെ അതിവിശ്വസ്തനായിരുന്ന അജിത് കുമാറിനെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത അച്ചടക്ക നടപടികളിലേക്ക് മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് നിർദ്ദേശം നൽകിയതായാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഈ കേസ് അട്ടിമറിക്കാൻ ADGPയുടെ ഓഫീസിൽ വെച്ച് നേരിട്ട് ഗൂഢാലോചന നടന്നെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ വിലയിരുത്തുന്നത്. രക്ഷാപ്രവർത്തന കേസിലെ അന്നത്തെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ആലപ്പുഴ DYSP സുനിൽ രാജിനെ തിരുവനന്തപുരത്ത് പേരൂർക്കടയിലുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിലേക്ക് 2 തവണയാണ് രഹസ്യമായി വിളിച്ചു വരുത്തിയത്. ഈ അസ്വാഭാവിക സന്ദർശനങ്ങൾക്ക് ശേഷമാണ് കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടും പൂർണ്ണമായും മാറിയതും. മർദ്ദനത്തിന്റെ വ്യക്തമായ വീഡിയോ പോലീസ് കണ്ടിട്ടില്ലെന്ന വ്യാജവാദം ഔദ്യോഗിക റിപ്പോർട്ടിൽ തിരികെ കയറ്റിയതും. കേസിൽ ഏറ്റവും നിർണായകമായ തെളിവാകേണ്ടിയിരുന്ന മർദ്ദന ദൃശ്യങ്ങൾ പൂഴ്ത്താൻ ഉന്നത പോലീസ് ആസ്ഥാനത്ത് നിന്ന് തന്നെ ബോധപൂർവമായ ഇടപെടലുണ്ടായി. എന്നാൽ ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയ യഥാർത്ഥ റിപ്പോർട്ടിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മർദ്ദനം ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമല്ലെന്ന് രേഖപ്പെടുത്തിയിരുന്നുവെന്നും SIT നടത്തിയ മിന്നൽ റെയ്ഡിലൂടെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ SP AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കേസ് പുനരന്വേഷിക്കുന്നതിന്റെ ഭാഗമായി മുൻപ് കേസ് അന്വേഷിച്ച DYSP സുനിൽ രാജ്, ബന്ധപ്പെട്ട SIമാർ തുടങ്ങിയ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴികൾ ഇതിനകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ആദ്യ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന SIയും 2 പോലീസുകാരുമാണ് തങ്ങളെ തിരുവനന്തപുരത്തേക്ക് രഹസ്യമായി താമസിപ്പിച്ച് ഫയൽ മാറ്റി എഴുതിച്ചെന്ന് SIക്ക് മുമ്പിൽ സമ്മതിച്ചിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ മൊഴികളിൽ ADGPയുടെ ഓഫീസിൽ നിന്നുമുണ്ടായ കടുത്ത സമ്മർദ്ദങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചനകളുമുണ്ട്. ഇതിനു പുറമെ അന്ന് സംഭവത്തിന് തൊട്ടു പിന്നാലെ ഗൺമാന്മാർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ശുപാർശ ചെയ്തുകൊണ്ട് മുൻ ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ നൽകിയ രഹസ്യ റിപ്പോർട്ട് അന്നത്തെ ആഭ്യന്തര വകുപ്പ് രാഷ്ട്രീയ ഒത്തുകളികളിലൂടെ പൂഴ്ത്തിവെച്ചതായും പുതിയ അന്വേഷണത്തിൽ പൂർണ്ണമായും വ്യക്തമായിട്ടുണ്ട്. ഭരണത്തിന്റെ ചൂടുപറ്റി അന്ന് പ്രാദേശിക പോലീസ് കേസ് പോലും എടുക്കാൻ തയ്യാറാകാതിരുന്ന ഈ സംഭവത്തിൽ മർദ്ദനമേറ്റ നേതാക്കൾ കോടതിയെ സമീപിച്ച ശേഷമാണ് ഗൺമാന്മാർക്കെതിരെ കേസ് എടുക്കാൻ പോലും പോലീസ് നിർബന്ധിതരായത്. എന്നാൽ പുതിയ സർക്കാർ വന്നതോടെ പ്രതിയായ വിവാദ ഗൺമാൻ S സന്ദീപിനെ പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി പോലീസിലേക്ക് മടക്കി അയച്ചു. പിണറായി വിജയന്റെ Z+ സുരക്ഷ പൂർണ്ണമായും പിൻവലിച്ച് Y കാറ്റഗറി മാത്രമാക്കിയതോടെയാണ് സന്ദീപിന്റെ ഈ ഒരു പുറത്തുപോക്ക്. എന്നാൽ കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അനിൽകുമാർ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനൊപ്പം സുരക്ഷാ ഡ്യൂട്ടിയിൽ തുടരുന്നത് UDF കേന്ദ്രങ്ങളിൽ വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. പ്രതികളായ 4 ഗൺമാന്മാർക്കെതിരെയും കടുത്ത ക്രിമിനൽ നടപടികളും ഡിസ്മിസൽ ഉൾപ്പെടെയുള്ള വകുപ്പുതല നടപടികളും ആവശ്യപ്പെടുന്ന അന്തിമ റിപ്പോർട്ട് SITക്ക് ഉടൻ DGP കൈമാറും. അന്ന് മർദ്ദനത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയ പ്രമുഖ മാധ്യമ പ്രവർത്തകന്റെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. മർദ്ദനമേറ്റ അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാവും നിലവിൽ UDF MLAയുമായ AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജൂവൽ കുര്യാക്കോസ് എന്നിവരോട് ഇന്ന് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകിയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ലഭിക്കുന്നതോടെ പ്രതികളായ പോലീസുകാരുടെ അറസ്റ്റിലേക്ക് SIT കടക്കും. മുൻ സർക്കാരിന്റെ കാലത്തെ ഇത്തരം രാഷ്ട്രീയ ഒത്തുകളികളെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിലൂടെ ആഭ്യന്തര വകുപ്പിൽ വലിയൊരു അഴിച്ചുപണിക്കാണ് മുഖ്യമന്ത്രി VD സതീശൻ തുടക്കമിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്ധമായി സംരക്ഷിക്കാൻ വേണ്ടി ക്രമസമാധാന പാലനത്തിന്റെ തലപ്പത്തിരുന്ന് ഫയലുകൾ വരെ മാറ്റി എഴുതിയ ADGP അജിത് കുമാറിനും പിണറായിയുടെ വീരന്മാർക്കും നേരെ പുതിയ സർക്കാർ നിയമത്തിന്റെ ഇരുമ്പ് കൈ തന്നെയാണ് ഓങ്ങിയിരിക്കുന്നത്. അന്ന് ചെറുപ്പക്കാരെ തല്ലിച്ചതച്ച ഗൺമാന്മാർ ഡിസ്മിസലിലേക്കും ജയിലിലേക്കും പോകുമ്പോൾ അവരെ സംരക്ഷിക്കാൻ തിരുവനന്തപുരത്തെ രഹസ്യമുറിയിലിരുന്ന് ഗൂഢാലോചന നടത്തിയ IPS വമ്പന്മാരുടെ സസ്പെൻഷൻ വാർത്തകൾ കൂടിയാണ് ഇനി പുറത്തു വരാൻ പോകുന്നത്. അധികാരത്തിന്റെ ഹുങ്കിൽ നിയമത്തെ വെല്ലുവിളിച്ച കപട സഖാക്കളുടെ ആഭ്യന്തര കോട്ടകൾ പുതിയ മുഖ്യമന്ത്രി VD സതീശൻ ഓരോന്നായി തകർത്തെറിയുന്നത് ജനാധിപത്യ കേരളം കൈയടിച്ചാണ് സ്വീകരിക്കുന്നത്.